നമസ്കാരം. റഷ്യയുടെ എണ്ണ വാങ്ങരുതെന്ന അമേരിക്കയുടെ നിലപാടിനെതിരെ ഇന്ത്യക്ക് പുറമെ ചൈനയും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ താൽപ്പര്യമാണ് പ്രധാനമെന്നും രാജ്യത്തേക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഊർജം ഒഴുകുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണ ഇന്ത്യയും ചൈനയും വാങ്ങുന്നതിൽ അമേരിക്ക വളരെയധികം അസ്വസ്ഥരാണ്. ഇന്ത്യയും ചൈനയും റഷ്യയെ യുദ്ധത്തിന് സാമ്പത്തികമായി സഹായിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നതെന്നാണ് ട്രംപിന്റെ നിലപാട്. രാജ്യത്തിന്റെ ദേശീയ താൽപ്പര്യവും അന്താരാഷ്ട്ര വിപണികളിലെ സാഹചര്യവും നോക്കിയാണ് ഇന്ത്യ ഊർജോൽപ്പന്നങ്ങൾ വാങ്ങുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ പൊതുമേഖലാ കമ്പനികൾ, ഇന്ത്യയിലെ എണ്ണയുടെ പൊതുമേഖലാ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയാണ്. നിലവിൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന 25% അധിക താരിഫിന് പുറമെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ 100% അധിക തീരുവയോ അതല്ലെങ്കിൽ കനത്ത പിഴയോ അമേരിക്ക ഏർപ്പാടാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിയുള്ളത്. എന്നാൽ ചൈനയ്ക്കെതിരെ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന നിലപാടിനെതിരെ ചൈന രംഗത്തെത്തി. മാത്രമല്ല, അമേരിക്കയും ചൈനയും തമ്മിൽ മാസങ്ങളായി വ്യാപാര കരാർ ഏർപ്പെടാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ അമേരിക്കയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ചൈന അവരുടെ ആത്മാഭിമാനം പണയം വെക്കില്ല, അതുകൊണ്ട് രാജ്യത്തിൻ്റെ 100% പിഴ ഈടാക്കുന്നതിനുള്ള അതല്ലെങ്കിൽ 100% തീരുവ നൽകുന്നതിന് അവർ തയ്യാറായേക്കുമെന്ന് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വഴി ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിൽ സഹായിക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള യുദ്ധങ്ങളിലും മറ്റും മറ്റുള്ള രാജ്യങ്ങൾ ആരിൽ നിന്നെല്ലാം എണ്ണ വാങ്ങുന്നു, ആ രാജ്യങ്ങൾ ആർക്കെല്ലാം എണ്ണ വിൽക്കുന്നു, അത് അമേരിക്കക്ക് പറ്റുന്നില്ല എന്ന് സാരം. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ തന്നെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. ചൈനയാകട്ടെ 80% എണ്ണ, അതായത് ഇറാന്റെ 80% എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ ചൈനയാണ്. ചൈനക്ക് വളരെ അധികം ഊർജം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഇറാനിൽ നിന്നും 80%-ലധികം എണ്ണ വാങ്ങുന്നതും അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ആകട്ടെ 33% എണ്ണ ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇറാനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാഖ്, അതുപോലെ സൗദി അറേബ്യ, UAE, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ നിലവിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.